ഓസ്കാർ ചരിത്രം കുറിച്ച ഓപ്പൺഹൈമറിന് ശേഷം ആരാധകർ കാത്തിരിക്കുന്ന ക്രിസ്റ്റഫർ നോളൻ ചിത്രം വീണ്ടും വരുന്നു. പുതിയ ചിത്രം ദി ഒഡീസിയുടെ ട്രെയിലർ പുറത്തിറങ്ങി. ഹോമറിന്റെ പ്രശസ്തമായ ഗ്രീക്ക് ഇതിഹാസം ഒഡീസിയെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. ട്രോജൻ യുദ്ധത്തിനു ശേഷം തന്റെ രാജ്യമായ ഇത്താക്കയിലേക്കും പ്രിയതമ പെനലോപ്പിനടുത്തേക്കും മടങ്ങാൻ ശ്രമിക്കുന്ന ഒഡീഷ്യസ് രാജാവിന്റെ സാഹസികമായ യാത്രയാണിത്. യുദ്ധത്തെക്കാൾ ഭീകരമായ പ്രതിസന്ധികളും കടമ്പകളുമാണ് ആ മടക്കയാത്രയിൽ ഒഡീഷ്യസിനെ കാത്തിരിക്കുന്നത്. സാങ്കേതിക വിദ്യയിൽ നോളൻ എപ്പോഴും ഒരു വിസ്മയമാണ്. ദി ഡാർക്ക് നൈറ്റിലൂടെ ഐമാക്സ് ക്യാമറകൾ ഹോളിവുഡിൽ അവതരിപ്പിച്ച അദ്ദേഹം ഇത്തവണ ഒരു ചരിത്രം കുറിക്കുകയാണ്. പൂർണ്ണമായും ഐമാക്സ് ഫിലിം ക്യാമറയിൽ ചിത്രീകരിച്ച ആദ്യത്തെ വാണിജ്യ ചിത്രമായിരിക്കും ദി ഒഡീസി. നേരത്തെ ഇൻസെപ്ഷനിലും ടെനറ്റിലും കണ്ടതിനേക്കാൾ വലിയൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇതെന്ന കാര്യത്തിൽ തർക്കമില്ല. നടന വിസ്മയം മാറ്റ് ഡാമൻ ആണ് ഒഡീഷ്യസായി എത്തുന്നത്. കൂടെ ഹോളിവുഡിലെ വമ്പൻ നിര തന്നെയുണ്ട്. സ്പൈഡർമാൻ താരം ടോം ഹോളണ്ട്, ആനി ഹാത്വേ, സെൻഡായ, റോബർട്ട് പാറ്റിൻസൺ, ലുപ്പിറ്റ ഞോങ്കോ തുടങ്ങി ഒരു വലിയ നിര തന്നെ ചിത്രത്തിലുണ്ട്. 2004 പുറത്തിറങ്ങിയ ട്രോയ് എന്ന സിനിമയിൽ ഷോൺ ബെൻ ചെയ്ത ഒഡീഷ്യസിനേക്കാൾ എത്രത്തോളം വ്യത്യസ്തമായിരിക്കും മാറ്റ് ഡാമന്റെ പ്രകടനമെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. യൂണിവേഴ്സൽ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ഈ എപ്പിക് ആക്ഷൻ ഫാന്റസി ചിത്രം 2026 ജൂലൈ 17 തിയേറ്ററുകളിലെത്തും. നോളന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മറ്റൊരു മാസ്റ്റർ പീസ് ആയിരിക്കുമോ ഇത്? ട്രെയിലർ കണ്ടവർ അഭിപ്രായം കമന്റ് ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.